വീണ്ടും വരുന്നു അടുത്ത കുടകളിലേക്ക്. ഇതാ വീണ്ടും വെള്ളക്കുടകൾ ഉയർത്തിയാണ് തിരുവമ്പാടി ഇങ്ങനെ നന്മയുള്ള തെളിമയുള്ള കാഴ്ചയായി നമ്മുടെ മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്നത്. ഇതിലെ ഈ കുടമാറ്റത്തിലെ ഓരോ നിറങ്ങളും ഓരോ ഭാവങ്ങളും മനുഷ്യ ജീവിതത്തിൻ്റെ മനുഷ്യ മനസ്സിൻ്റെ പല ഭാവങ്ങളെയാണ് ഇവിടെ പ്രതിനിധാനം ചെയ്യുന്നത്. നന്മയുടേതാകാം, നമ്മുടെ ആത്മവിശ്വാസത്തിൻ്റെ കാത്തുവച്ചിരിക്കുന്നത് എന്ന ചോദ്യത്തിന് ദാ വീണ്ടും അതെ നാഗം ചുറ്റിയ ശിവഹസ്തം, ഡമരുവേന്തിയ ശിവഹസ്തമാണ് നമ്മൾ കാണുന്നത്. പരമേശ്വരൻ ഇങ്ങനെ പലവിധ വടക്കുന്നാഥ സന്നിധിയിൽ ഒരു കുടമാറ്റം നടക്കുമ്പോൾ പരമേശ്വരനെ പല രൂപത്തിൽ എങ്ങനെ കാണിക്കാതിരിക്കും? എന്റെ ദിവിഷേ, ഇത് ഹൃദയതാളമാണ്. ഈ തുടിതാളം എന്നുള്ളത് പ്രപഞ്ചത്തിന്റെ താളമാണ്. പ്രപഞ്ചത്തിന്റെ താളം. ഈ മനുഷ്യന്റെ ഹൃദയതാളം തൃശ്ശൂരിന്റെ താളമായി, നാടിന്റെ താളമായി, പ്രപഞ്ചതാളമായി പരിവർത്തിക്കുമ്പോൾ ഈ ഡമരു മനുഷ്യന്റെ ഹൃദയം തന്നെയാവുന്നു. ഓരോ ഹൃദയത്തിൽ നിന്ന് ഈ താളത്തിലേക്ക്, ഈ താളം എന്നുള്ളത് മനുഷ്യന്റെ താളമാകുന്നു, ഹൃദയതാളമാകുന്നു, പ്രപഞ്ചതാളമാകുന്നു. ഇവിടെയാണ് തിരുവമ്പാടി വടക്കുന്നാഥന്റെ മുന്നിൽ, തെങ്കൈലാസേശ്വരന്റെ മുന്നിൽ തിരുവമ്പാടി കാഴ്ചവെക്കുകയാണ്. പരമശിവനെ, നിന്റെ ഡമരു, നീയാണ് ചലനം, നീയാണ് സർവ്വതും, നീയാണ് സ്പന്ദനം എന്ന പ്രണവം ഓങ്കാരം എങ്ങനെ നമ്മുടെ എല്ലാം പ്രണവ മന്ത്രമാകുന്നു, അത് പ്രാണനാകുന്നു. അതുപോലെ തന്നെയാണ് പ്രാണന്റെ താളമായി ഡമരുവിന്റെ ശബ്ദമാണ് ഈ പ്രപഞ്ചത്തെ മുന്നോട്ട് നയിക്കുന്നത്. ആ സ്വരൂപത്തെ ചുറ്റി നിൽക്കുന്ന നാഗം മനുഷ്യന്റെ വികാരങ്ങളുടെ പാളിച്ചയാണ്. നാഗങ്ങളെ പോലെ കയറി ഇറങ്ങുന്ന വളഞ്ഞു പൊളഞ്ഞു പോകുന്ന മനുഷ്യവികാരങ്ങളെ ചേർത്ത് നേർവരയിൽ നയിക്കാൻ, അതിനെ ചുരുക്കിപ്പിടിക്കാൻ, അതിനെ വരിഞ്ഞു മുറുക്കി പിടിക്കാൻ മനുഷ്യ മനസ്സിന് കരുത്തുള്ളതാകണമെന്നുകൂടി പലവിധ രൂപത്തിൽ പലവിധ ആഖ്യാനങ്ങൾക്കും വഴിവെക്കുന്നതാണ് ഈ കാഴ്ചകൾ. അതിനുള്ള മറുപടി പാറമേക്കാവിത കുടകൾ മാറ്റി വീണ്ടും രൂപങ്ങളിലേക്ക് പാറമേക്കാവും കിടക്കുന്നു. അതും പ്രകാശ സാന്നിധ്യത്തെ പരമാവധി ഉപയോഗപ്പെടുത്തുന്ന കാഴ്ചയാണ്. ആരാണിത്? കൃഷ്ണ മുകുന്ദ ജനാർദ്ദന ഗുരുവായൂരപ്പന്റെ സന്നിധിക്ക് അടുത്താണ് വടക്കുന്നാഥ സന്നിധി. അതിനടുത്താണ്. ഗുരുവായൂരപ്പനെയും ഉണ്ണിക്കണ്ണനെയും കാണാതെ എങ്ങനെ നമ്മൾ ഈ കുടമാറ്റം കടന്നു പോകും? നേരത്തെ നമ്മൾ വളരെ ബാലനായ കണ്ണനെ പുല്ലാങ്കുഴൽ കൈ പിടിച്ചുയർത്തിയിരിക്കുന്ന കണ്ണനെ തിരുവമ്പാടി അവതരിപ്പിക്കുമ്പോൾ മറുഭാഗത്തും കണ്ണന്റെ മറ്റൊരു കാഴ്ച. എത്ര സുന്ദരമാണ്! കൃഷ്ണ, നീയാണ് താളം, നീയാണ് ജീവിതത്തിന്റെ സന്തോഷം, നീയാണ് ഹൃദയത്തിന്റെ ആനന്ദം, പരമാനന്ദം എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് കൃഷ്ണൻ എങ്ങനെ യുദ്ധഭൂമിയിൽ എങ്ങനെ ഗീതയെ ചൊല്ലിയോ, എങ്ങനെയോ മനുഷ്യരെ മുന്നോട്ട് നയിച്ചോ. കുഞ്ഞിന്റെ വായ പിളർന്നപ്പോൾ യശോദ കണ്ടു ആദ്യം ഈ വിരാട രൂപം. പ്രതിസന്ധിയിൽ നിന്ന് കർമ്മപ്രതിസന്ധിയിൽ നിന്ന് അർജുനൻ കണ്ടു ഈ വിരാട രൂപം. പിടിച്ചു കെട്ടാൻ ചെന്ന ദുര്യോധനൻ കണ്ടു വിരാട രൂപം. ഈ സുദർശന ചക്രം ഇങ്ങനെ ചക്രം ചലിക്കുമ്പോൾ ആ ചക്രം എന്നത് കർമ്മചക്രം തന്നെ. നാം ഓരോരുത്തരും കടന്നു പോകുന്ന കർമ്മചക്രം തന്നെയാണ് ആ വിരലുകളിൽ എന്നുള്ള ബോധ്യത്തോടുകൂടി പാറമേക്കാവ് തിരുവമ്പാടി ഇപ്പോൾ വടക്കുന്നാഥന് മുന്നിൽ, ശങ്കരനാരായണന് മുന്നിൽ, വടക്കുന്നാഥന്റെ ശങ്കരനാരായണ മൂർത്തിക്ക് മുന്നിൽ തിരുവമ്പാടി കാഴ്ചവെക്കുന്നു വിരാട രൂപം. മറുവശത്ത് അമ്പാടിക്കണ്ണനാണ്. ആ കുറൂരമ്മയ്ക്ക് മുന്നിൽ അമരക്കായ പറിച്ചു നിൽക്കുന്ന അമ്പാടിക്കണ്ണൻ. അമ്പാടിക്കണ്ണൻ മഹാവിഷ്ണുവിന്റെ കൃഷ്ണഭാവങ്ങളെ, ശ്രീകൃഷ്ണഭാവങ്ങളെ രണ്ട് തരത്തിൽ, യോധഭാവത്തിലും ഒപ്പം ബാലഭാവത്തിലും നമ്മൾ ഇരു വിഭാഗങ്ങളുമായി കണ്ടു. ആ കാഴ്ച കണ്ടു കൊതിതീരുന്നില്ല. എത്ര മനോഹരമാണ് തിരുവമ്പാടിയുടെ കൃഷ്ണരൂപം. അത് സുദർശന ചക്രമേന്തിയ കൃഷ്ണനെ കാണുമ്പോൾ അത് യോദ്ധാവിൻ്റെ, പോരാളിയുടെ ആത്മവിശ്വാസത്തോടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നവൻ്റെ ആത്മവിശ്വാസം തുടിക്കുന്ന പ്രതീകമാണ് ആ ചലനം. കുട്ടി ചെണ്ട കൊട്ടുന്ന ചലിക്കുന്ന കുടയ്ക്കുള്ള തിരുവമ്പാടിയുടെ മറുപടി സുദർശന ചക്രമേറുന്ന ജനങ്ങളുടെ ആവേശം നോക്കൂ. അതിനു നടുവിൽ രണ്ട് വളരെ കൃത്യമായിട്ട് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ഒരു ഭീഷ്മർ, ദ്രോണർ എന്നീ രണ്ട് തീരങ്ങൾക്ക് നടുവിലുള്ള ഒരു നദി ഇരമ്പി ഒഴുകുന്നതിനെ പറ്റി. ഈ നദി ഒഴുകുകയാണ്. രണ്ട് മഹാതടങ്ങൾക്ക് നടുവിൽ ഒരു നദി ഇരമ്പി ഒഴുകുകയാണ്. അത് ജനങ്ങളുടെ ആവേശത്തിന്റെ കടലാണ്. ആവേശത്തിന്റെ ആ കടലിൽ ഒട്ടും വഴിപിഴയ്ക്കാതെ മുന്നോട്ട് പോകാം. അർജുന, നീ തളരരുത്. നിന്റെ മുന്നിൽ ധർമ്മമാണ് മുന്നിൽ. അതിനുള്ള മാർഗം നീ തിരഞ്ഞെടുക്കൂ. പിന്നോട്ട് വലിയരുത് പാർത്ഥ എന്ന് ഉറക്കെ പറയുന്ന കൃഷ്ണരൂപമാണ് തിരുവമ്പാടി നിറച്ചതെങ്കിൽ അതിനുള്ള മറുപടി പാറമേക്കാവ് എന്ത് സമ്മാനിക്കുമെന്ന് കാത്തിരി
വന്നിരിക്കുകയാണ്. തെക്കേ ഗോപുരനട ഇന്ന് ലോകത്തിന് സമ്മാനിച്ച കാഴ്ച എന്തെന്ന് ചോദിച്ചാൽ അതിതാണ് നിസ്സംശയം പറയാം. ഈ മനുഷ്യ മഹാസഞ്ചയത്തിന്റെ ഒരിക്കലും പറ്റാത്ത ആവേശത്തിനെ കൂടുതൽ 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 പൂരിപ്പിച്ചുകൊണ്ട് ഇതാ തിരുവമ്പാടിയും പാറമേക്കാവും. തെക്കേ ഗോപുരനടയോട് ചേർന്ന് ഇതാ തിരുവമ്പാടി, മറുവശത്ത് സ്വരാജ് റൗണ്ടിൽ ഇതാ പാറമേക്കാവ്. ഈ രണ്ട് ദേവചൈതന്യങ്ങൾക്കും ഇടയിൽ നിന്നുകൊണ്ട് അനുനിമിഷം സംസ്കൃത ചിത്തമാവുന്ന മനുഷ്യന്റെ മനസ്സുകൾ കൂടുതൽ മുന്നോട്ട് പോകാൻ അനുനിമിഷം പ്രാപ്തിയേകുന്ന മനസ്സുകൾ തിരുവമ്പാടി ഒരിക്കൽ കൂടി കുടമാറ്റുന്നു. തിരുവമ്പാടി